ഷിബിൻലാൽ, വി അനിൽ, NM രവി, വിജിത്, വിദ്യ, ഷിബു, ദിലീപ്, മായ ഹരിദാസ്, മറ്റ് സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് നൽകിയിട്ടുള്ളത്. അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് വളരെ വിനയത്തോടെ എനിക്ക് അവകാശപ്പെടാൻ സാധിക്കും. ഞങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഔപചാരികമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷമാണ്. ഈ സമരത്തിന് മറ്റെന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും, അതിന്റെ പേരിൽ മറ്റ് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ കേൾക്കേണ്ടി വന്നാലും ഈ സമരത്തോടൊപ്പം ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ പാർട്ടി ഔപചാരികമായൊരു നിലപാടെടുത്തതാണ്. മറ്റു പാർട്ടികളെ പോലെ മുനമ്പത്ത് വന്ന ഒരു നിലപാട് പറയുകയും മുനമ്പം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ അവരുടെ നിലപാട് മാറ്റുകയും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പ്രധാനമന്ത്രി മുതൽ ഈ മുനമ്പത്തെ ബൂത്ത് പ്രസിഡന്റ് വരെ ഈ വിഷയത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. വഖഫിന്റെ കടന്നാക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ഏത് ഭൂമിയിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം. വഖഫിന്റെ ഈ കരിനിയമം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. അവരുണ്ടാക്കിയ ഭേദഗതികളാണ്. അത് തിരുത്താതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമില്ല എന്ന് കൃത്യമായ നിലപാടുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ. അതിൽ യാതൊരു തരത്തിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. വഖഫിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്നത് വലിയൊരു കടന്നാക്രമണമാണ്. ഒരു ജനതയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം മേലുള്ള ഒരു വലിയ കടന്നാക്രമണമാണ് വഖഫ്. വഖഫിന് മാത്രം ഇങ്ങനെ ഒരു അമിതാധികാരം ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വികലമായിട്ടുള്ള മതേതര നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരിടത്തും ഇങ്ങനെ ഒരു ആനുകൂല്യം, ഒരു അമിത അധികാരം ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്? ഏത് നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് പിന്തുണ കിട്ടുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വികലമായിട്ടുള്ള മതനിരപേക്ഷ സങ്കല്പം. അത് ചില ആളുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ എല്ലാത്തിനും നൽകുക, ചില ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുക, ചില ആളുകൾക്ക് എന്തും നടത്താനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടാണ് ഇതിനടിസ്ഥാനപരമായ കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കള്ളത്തരങ്ങളൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുമ്പ് ചില ആളുകൾ വന്നല്ലോ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ വന്നു, കുഞ്ഞാലിക്കുട്ടി വന്നു, ഇല്ലേ? രാഷ്ട്രീയ നേതാക്കളെല്ലാം വന്നില്ലേ? അരമനയിൽ വന്നില്ല. അതല്ല, ഈ സമരം തീർക്കാൻ അവർ വന്നില്ലേ? എന്താണ് അവരവിടെ പറഞ്ഞത്? നോക്കൂ, നമ്മളെല്ലാവരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സത്യസന്ധതയുടെ ഒരു അംശമെങ്കിലും വേണം. എന്ത് നിലപാടാണ് അവരവിടെ വന്നത്? നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം, ഇത് ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളെല്ലാം വിചാരിച്ചു ഇവരൊക്കെ നല്ല ആൾക്കാർ വന്നിട്ട് നമ്മളെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയാണെന്ന്. അത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് പറഞ്ഞു വഖഫ് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ല. പറഞ്ഞോ ഇല്ലയോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല. 24 മണിക്കൂർ മുമ്പ് കൊണ്ട് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നില്ല. 24 മണിക്കൂർ പോലും എടുത്തില്ല. ഞാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് വളരെ വിനയത്തോടെ ചോദിക്കുകയാണ്, മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നുള്ള അങ്ങ് ആദ്യം പറഞ്ഞ നിലപാടിൽ ഇപ്പൊ നിൽക്കുന്നുണ്ടോ ഇല്ലയോ? രാഷ്ട്രീയത്തിൽ കുറച്ച് നമ്മുടെ ഈ എന്താ പറയാ സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ നഷ്ടാവുമായിരിക്കും, ചിലപ്പോ നമ്മളെ പല ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ അവനവന്റെ നട്ടല് നമുക്ക് അത് നട്ടല് തന്നെ ആണല്ലോ. അതിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടിയും റബ്ബർ പാലും ഒന്നും അല്ലല്ലോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആർജവമുള്ള ഒരു നേതാവാണെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ സർക്കാരിന്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു
യഥാർത്ഥ പ്രതിപക്ഷ നേതാവാണെങ്കിൽ മുനമ്പം നിവാസികളോട് അന്ന് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ അങ്ങിപ്പോൾ തയ്യാറാവണം. അങ്ങ് പറയണം, ഞാൻ പറഞ്ഞത് ശരിയാണ്, എന്റെ മനസാക്ഷിയുടെ ബോധ്യമാണ്, എന്റെ നിയമപരമായ അറിവാണ്. ആരും കയ്യേറി ഉണ്ടാക്കിയ ഭൂമി അല്ലല്ലോ. ഈ കേരളത്തിലെ, ഈ രാജ്യത്തെ എല്ലാ പൗരനുമുള്ള അവകാശം പോലെ നിങ്ങൾ നേടിയെടുത്ത, നിങ്ങൾക്ക് പകർന്നു കിട്ടിയ ഭൂമിയാണിത്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ചില നിയമങ്ങളുമായിട്ട് വരുമ്പോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞൊരു നിലപാട് ശ്രീ വി ഡി സതീശൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വി ഡി സതീശൻ അത് മാറ്റി പറഞ്ഞത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾ കണ്ണിറക്കുമ്പോ, ചില ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോ മതനിരപേക്ഷ നിലപാടുകൾ കേരളത്തിൽ വെള്ളം ചേർക്കപ്പെടുന്നു. ചില ആളുകൾക്ക് മാത്രം അമിതാധികാരങ്ങൾ ലഭിക്കുന്നു. ചില ആളുകളുടെ നിലപാടുകൾക്ക് മാത്രം എപ്പോഴും സാധൂകരണം ലഭിക്കുന്നു. ഇതിനെയാണ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണ്. ഇനി ന്യൂനപക്ഷങ്ങളുടെ കണക്കെടുത്താൽ തന്നെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമല്ലല്ലോ ഉള്ളത്. പ്രബലമായ 2 ന്യൂനപക്ഷങ്ങളില്ല കേരളത്തിൽ. എന്താ ഒരു ന്യൂനപക്ഷത്തോട് മാത്രം ഒരു സമീപനം? എന്തുകൊണ്ടാണ് കേരള ജനത ഇത് ചർച്ച ചെയ്യാത്തത്? മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ ഏറ്റവും എണ്ണത്തിൽ കുറവുള്ളവരുടെ താല്പര്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. അതാണ് നമ്മുടെ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത്. ആണോ? 30% ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും 14% ജനങ്ങളുള്ള ഒരു ന്യൂനപക്ഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏത് ന്യൂനപക്ഷത്തിനാണ് കൂടുതൽ അവകാശങ്ങൾ കൊടുക്കേണ്ടത്? ഏത് ന്യൂനപക്ഷത്തെയാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത്? അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. ഇവിടെ ഞാനൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നമല്ല ഇത്. ഞാൻ ചോദിക്കുന്നത്, 2 ന്യൂനപക്ഷങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ കൂടുതൽ ദുർബലമായ ന്യൂനപക്ഷത്തിന്റെ കൈ ചേർത്ത് പിടിക്കാനല്ലേ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ശ്രമിക്കേണ്ടത്? അതിനു പകരം ശരിയായ നിലപാട് ഇവിടെ വന്ന് പറയുകയും പാണക്കാട് തങ്ങള് ഭീഷണിപ്പെടുത്തിയാൽ മാറ്റിപ്പറയുകയും ചെയ്യുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന നിലപാടാണോ? നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട് പോകുന്നത് എങ്ങോട്ടാണ്? കോട്ടയത്തെ ഒരു MP ഫ്രാൻസിസ് ജോർജ്, നിങ്ങൾ അടുത്ത് വന്നതാണെന്ന് എനിക്കറിയില്ല, അല്ല അവിടെ പള്ളിയിൽ പോയിട്ടാണ്, ഇവിടെ വന്നില്ലേ? എത്ര ആർജവത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് MP ഞങ്ങൾ മുനമ്പം പ്രശ്നത്തിൽ പാർലമെന്റിൽ ശരിയായ നിലപാട് സ്വീകരിക്കും, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അമെന്റ്മെന്റ് ബില്ലിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുമെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാൻ പരസ്യ പ്രസ്താവനയിലൂടെ ഫ്രാൻസിസ് ജോർജ് UDF-കാരനായിട്ട് ഞാൻ പരസ്യ പ്രസ്താവനയുടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രാൻസിസ് ജോർജിന് മുനമ്പത്ത് നിന്ന് കോട്ടയത്ത് എത്തുമ്പോഴേക്കും നിലപാട് മാറ്റേണ്ടി വന്നു. ഫ്രാൻസിസ് ജോർജിനെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം ആ ഭീഷണിക്കുമ്പോൾ വഴങ്ങി നിലപാട് മാറ്റേണ്ടി വന്നു. ഇവിടെ സ്വാഗതം പറഞ്ഞ സമരസമിതിയുടെ നായകൻ സൂചിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. അതിന് രണ്ടിനുമുള്ള ഉത്തരം, ഞങ്ങളുടെ നിലപാട് മുനമ്പത്തെ 600 കുടുംബങ്ങളെ സ്വാധീനിച്ച് അവരെ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് 660 കുടുംബങ്ങളുടെ വോട്ട് കിട്ടി ഇവിടെ ഒരു അധികാരം പണിയാൻ എന്നുള്ളതല്ല. നിങ്ങൾ ആരും ഒരു വോട്ടും ഒരു കാലത്തും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ വഖഫ് ബോർഡിന്റെ കരിനിയമങ്ങൾക്കെതിരെ ഉള്ളതാണ്. അത് അവസാനം വരെ ഞങ്ങളുണ്ട്. ഇനി വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റ് പാസാക്കി നിയമപരമായിട്ട് അതിന് നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ളത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം JPC-യിൽ എന്താണ് ഓരോരുത്തരും സ്വീകരിച്ചത്? നിങ്ങളടുത്ത് വന്ന് നിങ്ങളുടെ IB-യുടെ എന്താ പറഞ്ഞത്? MP ഞാൻ നിങ്ങളുടെ കൂടെയാണെന്നല്ലേ. JPC-യിൽ പോയപ്പോൾ നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായത്? JPC-യിൽ BJP-യോടൊപ്പം നിൽക്കുന്ന അംഗങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ നമ്മൾ കൊടുത്ത പരാതി പോലും പരിശോധിക്കാൻ BJP ഇല്ലായിരുന്നെങ്കിൽ അവിടെ അവസരം ഉണ്ടാവുമായിരുന്നില്ല. ഈ കോൺഗ്രസിന്റെ MP-മാർ, ഇവിടെ നമ്മൾ സംസാരിക്കുന്ന MP-മാരെല്ലാം അവിടെ വഖഫ് ബോർഡിന്റെ കൂടെയാണ്. അത് സത്യമാണ്. നിങ്ങൾ എത്ര അതിൽ ആൾക്കാർ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും കോൺഗ്രസിലെയും CPM-ലെയും എല്ലാ MP-മാരും, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും എല്ലാ MP-മാരും വഖഫ് ബോർഡിന്റെ കൂടെയാണ്. NDA MP-മാർ മാത്രമാണ് വഖഫ് ബോർഡിനെതിരായി നിങ്ങളെ കൂടെയുള്ളത്. ഇനി നിങ്ങളാരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചില്ല, ഞങ്ങളെ സഹായിച്ചില്ല എങ്കിലും വഖഫ് നിയമത്തിന് പാർലമെന്റിന്റെ ഒരു പരിഷ്കാരവും നിലവിൽ വന്നില്ല എങ്കിലും നിങ്ങളുടെ 1 സെന്റ് ഭൂമിയും ഇവിടുന്ന് ആർക്കും കൈവശപ്പെടുത്താൻ കഴിയാത്ത വിധം നിങ്ങളെ കൂടെ 24 മണിക്കൂറും ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്.
അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ എന്ത് സംഭവിക്കും നോക്കുന്നത്. നിങ്ങൾ ആരെയും കുടിയിറക്കാൻ ഒരു വഖഫ് ബോർഡ് വിചാരിച്ചാലും ഇവിടെ സാധിക്കില്ല. ഇത് മുനമ്പത്ത് മാത്രമല്ല, ഞാൻ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിൽ വഖഫ് ബോർഡ് പുറത്തിറക്കിയ ഒരു നോട്ടീസും വഖഫ് ബോർഡ് പിന്നെ കേരളത്തിന്റെ മേൽ അനധികൃതമായിട്ട് ഇറക്കിയ ഒരു നോട്ടീസും ഇവിടെ യാഥാർത്ഥ്യമാവില്ല. കാരണം അതിന് മാത്രം കേരളത്തിലെ BJPയും ദേശീയ പ്രസ്ഥാനങ്ങളും ശക്തമാണ്. 20% ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് ഭൂമിയിൽ നിന്നും വഖഫിന് ഒരാളെയും കുടിയിറക്കാനാവില്ല എന്നുള്ളത് ഞങ്ങളെടുത്ത ഒരു നിലപാടാണ്. അത് മുനമ്പത്തിന് വേണ്ടി മാത്രമുള്ള നിലപാടല്ല, മുഴുവൻ കേരളത്തിന് വേണ്ടിയുള്ള നിലപാടാണ്. അത് ഞങ്ങൾ തുടരും. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളോട് നിങ്ങളോടൊപ്പം നിന്ന് 2 കാര്യങ്ങളിൽ അഭ്യർത്ഥനയുള്ളൂ. വേറെ ഒരു രാഷ്ട്രീയം ഇതിലില്ല. ഒന്ന്, കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ പ്രമേയം പിൻവലിക്കണം. അത് കേരളത്തിന്റെ അവകാശം, കേരളത്തിന്റെ അഭിപ്രായമല്ല. കേരള നിയമസഭയിൽ UDFന്റെയും LDFന്റെയും MLA ചേർന്ന് ചില തീരുമാനമെടുത്താൽ കേരളത്തിന്റെ അഭിപ്രായമാണോ? കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫ് ബോർഡിന്റെ നിലപാടിനെതിരായിട്ടുള്ളവരുടെ കണക്കെടുത്താൽ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളെ കൂടെയാണ്, അല്ലാതെ വഖഫ് ബോർഡിന്റെ കൂടെയല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു കാനേഷുമാരി ഒരു സെൻസസ് നിങ്ങൾ ഇതിന്റെ പേരിൽ എടുത്താൽ, ഒരു റഫറൻഡം നിങ്ങൾ നടത്തിയാൽ, കേരളത്തിൽ വഖഫ് ബോർഡിന് അനുകൂലമായി ഒരു 25%-ലധികം ആളുകൾ നിൽക്കില്ല. മുസ്ലിം സമുദായത്തിൽ പോലും വഖഫ് ബോർഡിന്റെ ഭീഷണി നേരിടുന്ന ജനവിഭാഗങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും നിലപാട് വഖഫ് ബോർഡിന് അനുകൂലമല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ UDFും LDFും ചേർന്ന് ഒരു നിയമം പാസാക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ UDFും LDFും കേരള നിയമസഭ പാസാക്കിയ ഐകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിച്ച് വഖഫ് ബോർഡിന്റെ നിലപാടിനെതിരായ നിലപാട് പറയണം. രണ്ടാമത്തെ ഞങ്ങൾ അഭ്യർത്ഥന, കേരളത്തിൽ നിന്ന് 28 MP-മാരുണ്ടല്ലോ ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട്. ഞങ്ങളെ 2 MP-മാര്, ഒരാളാണ് ഞങ്ങൾക്കുള്ളത് ലോക്സഭയിലേക്ക്, ഒരാൾ ജോർജ് കുര്യൻ, ഇവിടുന്നല്ല മധ്യപ്രദേശിൽ നിന്ന്. പക്ഷെ 27 MP-മാർ LDFനും UDFനുമാണ്. 20, 19 ലോക്സഭയും 8 രാജ്യസഭയും. അവരെല്ലാവരും ചേർന്ന്, അവരുടെ പാർട്ടി നിലപാട് എന്തും ആവട്ടെ, അവരെല്ലാവരും ചേർന്ന് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ വരുന്ന വഖഫ് പരിഷ്കാര നിയമത്തിന് അനുകൂലമായിട്ട് കൈ ഉയർത്തണം. ഈ 2 ഡിമാൻഡാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങളുടെ ഈ നിലപാടിനോട് നിങ്ങൾ പൂർണ്ണമായിട്ടും, മുനമ്പത്തെ ജനത പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഈ 2 ആവശ്യങ്ങളെ നിങ്ങളും തിരിച്ചു പിന്തുണയ്ക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, കേരള നിയമസഭ പാസാക്കിയ ഐകകണ്ഠേനയുള്ള പ്രമേയം പിൻവലിക്കണം. 2, ഈ സമ്മേളനത്തിൽ, ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്ന വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി കേരളത്തിലെ 27 MP-മാരും ഒറ്റക്കെട്ടായി കൈ ഉയർത്തണം. ഇതാണ് ഞങ്ങൾക്ക് വേറെ ഒരു രാഷ്ട്രീയവും ഇതിലില്ല. ഞങ്ങൾ 2 രീതിയിലാണ് ആദ്യം മുതൽ ഈ പ്രശ്നം ചർച്ച ചെയ്തത്. ഞങ്ങൾ മാത്രമാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഇതിന് യാതൊന്നും ഇടപെടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ജുഡീഷ്യൽ കമ്മീഷൻ ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? എന്ത് അധികാരമാണ്? ഇപ്പൊ ഹൈക്കോടതി തന്നെ ഒരു കാര്യം വ്യക്തമാണ് എന്നുള്ള നമ്മുടെ ശക്തമായ നിലപാടിന് അവര് എൻഡോഴ്സ്മെന്റ് തരുന്നില്ല. സംശയത്തിന് ആനുകൂല്യം കൊടുക്കുകയാണ്. ഒരു സംശയത്തിന്റെ ആനുകൂല്യവും നിങ്ങൾക്ക് വേണ്ട. ഒരു കോടതിയും നിങ്ങളെ സംരക്ഷിക്കാനില്ലെങ്കിലും, രാജ്യത്ത് ഒരു നിയമവും നിങ്ങളെ പരിരക്ഷിക്കാൻ വരുന്നില്ലെങ്കിലും, ഞാൻ അടിവരയിട്ട് പറയാം, നിയമമായ നിലപാട് നിങ്ങളെ കൂടെ ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു ഭരണകൂടം മുഴുവൻ വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഒരു ഭരണകൂടവും അതിന്റെ പോലീസ് സംവിധാനങ്ങളും മുഴുവൻ വിചാരിച്ചിട്ട് ശബരിമലയിൽ ഒരു ചെറുവിരൽ അനക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് കോൺഗ്രസിനെ കൊണ്ടല്ല, ഇവിടുത്തെ മറ്റാരെ കൊണ്ടല്ല, ഞങ്ങൾ മുമ്പിൽ നിന്ന് പോരാടിയതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് അന്ന് അവർ മുട്ടുമടക്കി പോയതാണ്. വഖഫിന്റെ കാര്യത്തിലും അവർക്ക് മുട്ടുമടക്കേണ്ടി വരും. പക്ഷെ ഈ വിഷയത്തിൽ നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെയാണ്. വഖഫ് നിയമ പരിഷ്കാരം നിയമമായിട്ട് തന്നെ വരും. വഖഫിന്റെ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്ന ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് നിയമപരമായി തന്നെ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കും യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. 113 ദിവസം നിങ്ങൾ നടത്തിയ സമരം ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഭാരതത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്.
മുഴുവൻ കേരളത്തിന്റെയും മനസാക്ഷിയുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി ഈ സമരം ഉയർന്നു വന്നിട്ടുണ്ട്. സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുണ്ട്. സമരം അവസാനിക്കുന്നത് വരെ, നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിൽ കഴിയുന്നത് വരെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഐക്യദാർഢ്യം അറിയിക്കാനും കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദനം. പ്രിയമുള്ളവരെ, മുനമ്പം ജനതയുടെ നീതി സമരത്തിന്റെ 113-ാം ദിനമാണെന്ന്. ഈ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ കേരള ജനതയൊപ്പം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ നമ്മൾക്ക് ഈ ദിനം ഓർത്തിരിക്കേണ്ട ഒത്തിരി പേര് നമ്മുടെ മനസ്സിലുണ്ട്. ആ പേരുകളോട് ഒട്ടും പ്രാധാന്യം കുറഞ്ഞു പോകാതെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരള BJP സംസ്ഥാന പ്രസിഡന്റായ ശ്രീ സുരേന്ദ്രൻ അവർകളാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വന്നിരിക്കുന്ന ആളുകളോടും ഈ ജനതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഈ നിമിഷം 113 ദിവസം പിന്നിടുന്ന ഈ ജനതയുടെ നീണ്ട പോരാട്ടത്തിന്റെ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കേണ്ട കുറച്ച് പേരുകൾ ഞാൻ ഈ നിമിഷം പറയുകയാണ്. അത് പറയാതെ പോയാൽ ഈ സാന്നിധ്യം കൊണ്ട് അർത്ഥമില്ലാതെ പോകുന്ന എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, 113 ദിവസം പിന്നിടുമ്പോൾ ആദ്യ ദിനം മുതൽ ഈ സമരത്തിന്റെ പിറകിൽ നിന്ന കുറച്ച് അധികം വ്യക്തിത്വങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ സമരത്തിന്റെ ഒരു വീഡിയോ പ്രകാശനം ചെയ്തപ്പോൾ അതിലെനിക്ക് കാണാൻ സാധിച്ച കുറച്ച് മുഖങ്ങളുണ്ട്. അതിലൊന്ന് പുരുഷോത്തമനടക്കമുള്ള നേതാക്കളാണ്. ഞാൻ അവരുടെയൊക്കെ പേര് ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ പറയും. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അത് BJP ആണ്.
എനിക്ക് തോന്നുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന BJP നേതാക്കൾക്ക് പോലും മുനമ്പൻ ജനതയുടെ സമരത്തിന്റെ ഒരു പ്രാധാന്യം അറിയാവുന്നു. ഈ സമരമില്ലായിരുന്നെങ്കിൽ ഇന്ന് വഖഫ് ആക്ട് അമെന്റ്മെന്റിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടത് വലത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെയുള്ള BJPയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒഴികെയുള്ള രാഷ്ട്രീയ കോമരങ്ങളുടെ സമരമുറകൾ കാണേണ്ട ഒരു ജനതയുടെ സ്ഥാനത്ത് അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായിട്ട് ഇവിടെ വന്ന് പല വിധത്തില് അല്ലെങ്കിൽ ഈ സമരപന്തലിന് പുറത്തു വന്ന് പല വിധത്തില് നമ്മളോട് ഐക്യദാർഢ്യമാണെന്ന് പറയുകയും ഈ പള്ളിയുടെ മുറ്റം കഴിഞ്ഞാൽ മറ്റു പലരുടെയും സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി തള്ളിപ്പറയുന്ന ചില രാഷ്ട്രീയ അല്ലെങ്കിൽ BJP വഴിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ തനിനിറം വലിച്ചു കയറിയ അല്ലെങ്കിൽ തുറന്നു കാട്ടിയ ഒരു സമരമാണ് മുനമ്പൻ സമരം. ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് ചരിത്രങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ രാധാകൃഷ്ണൻ സാർ ഇരിപ്പുണ്ട്. നമ്മൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വ്യക്തി കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനും കൂടിയാണ്. മഹാരാഷ്ട്രയിലെ 2 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ വിദ്യാഭ്യസിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർക്കുകയാണ്. അന്ന് ഇവിടെ സ്ഥാനാർത്ഥി സംഗമം നടന്നിരുന്നു. ആർജവത്തോടുകൂടി ഇതൊരു ചതിയാണെന്ന് ആ സ്ഥാനാർത്ഥി സംഗമത്തിൽ പറഞ്ഞ ഒരേ ഒരു സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ സാറാണ്. അന്ന് മുതൽ തുടങ്ങുന്നു അതിന് സമരം. അതിനുശേഷം വഞ്ചി സ്ക്വയറിലെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം. അന്ന് രാധാകൃഷ്ണൻ സാറിന്റെ അതേ പാത പിന്തുടർന്ന് ഇത് ഒരു മാനുഷിക പ്രശ്നമല്ല, നിയമക്കുരുക്കാണ്, ഈ ഇന്ത്യയിലെ മതേതരത്തിന് എതിരായ ഭരണഘടനയ്ക്കെതിരായ ഒരു സമരമായി ഇത് മാറും എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ വികാരി അച്ഛനും നമ്മുടെ കൺവീനർ ജോസഫ് പിന്നിയുമാണ്. അതിനുശേഷവും നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോയത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരുഷോത്തമനടക്കമുള്ള നേതാക്കൾ ഞാൻ പറയുന്നില്ല, നമ്മളിൽ ഒരാളായിട്ട് നമ്മളുടെ സ്നേഹിതരായിട്ട് 1-ാം ദിനം മുതൽ ഈ 113-ാം ദിനം വരെ BJP എന്ന പാർട്ടി നമ്മൾക്ക് ഇവിടെ തന്ന സഹായങ്ങൾ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ കേന്ദ്രമന്ത്രി വന്നതിന് ശേഷമാണ് ഈ നമ്മുടെ ഇടതുവശത്ത് നിൽക്കുന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള് ഈ സമരം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അദ്ദേഹം മുതൽ ഇന്ന് ഇവിടെ വന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വരെ നീളുന്ന ഒരു വലിയ പേരുണ്ട്. ഞാനതൊന്ന് ഓർത്തു പോവുകയാണ്. ഒന്ന് സുരേഷ് ഗോപി സാർ തന്നെയായിരുന്നു. അതിനുശേഷം JPCയുടെ അംഗമായ അപരാജിതമായ വന്നിരുന്നു. കേന്ദ്രമന്ത്രി ശോഭാ കരന്ദില വന്നിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ വന്നിരുന്നു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി വന്നിരുന്നു. കുമ്മനം രാജശേഖരൻ, ശോഭാ സുരേന്ദ്രൻ, B ഗോപാലകൃഷ്ണൻ, അബ്ദുള്ളക്കുട്ടി മുതലായ ദേശീയ സംസ്ഥാന നേതാക്കൾ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ വന്നിരുന്നു. ഈ അടുത്ത് ഞാനിത് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ അടുത്ത് മനോരമ നടത്തുന്ന ന്യൂസ് മേക്കർ എന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മുനമ്പൻ ജനതയുടെ ന്യൂസ് മേക്കർ എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപി സാറാണ്. കാരണം എങ്ങും എത്താതെ പോകുമായിരുന്ന ഒരു സമരത്തിന് ഈ മാധ്യമം ശ്രദ്ധ കൊടുത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും എന്തിന് അന്തർദേശീയ ശ്രദ്ധ കൊടുക്കുവാൻ സാറിന്റെ ഇവിടെയുള്ള വരവിന് സാധിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നതിൽ ഈ മുനമ്പൻ ജനതയുടെ പേരിൽ എനിക്ക് ഒട്ടും മടിയില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന നേതാക്കളുണ്ട്. ഇതിൽ ആരുടെയെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് സദയം ക്ഷമിക്കണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് KS ഷൈജു BJP ജില്ലാ പ്രസിഡന്റ്, ES പുരുഷോത്തമൻ BJP സ്റ്റേറ്റ് കൌൺസിൽ അംഗം, KK വേലായുധൻ BJP OBC മോർച്ച ജില്ലാ പ്രസിഡന്റ്, MV വിനിൽ BJP മണ്ഡലം പ്രസിഡന്റ്, ഷബിൻലാൽ തെക്കേടത്ത് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി, VV അനിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം, സിനോജ് കിഴക്കേ വീട്ടിൽ BJP മണ്ഡലം ട്രഷറർ, ലക്ഷ്മി ജിതൻ BJP മണ്ഡലം സെക്രട്ടറി,
PL ലാൽജി ലാൽ BJP മണ്ഡലം സെക്രട്ടറി, ഷിബി നെടുമ്പറമ്പിൽ BJP സൗത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, വിജിത് ചക്കമുറി BJP നോർത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, ശ്രീ ചെറായി BJP സൗത്ത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, KMAP നോർത്ത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നേതാക്കളെല്ലാം ഇത് പേര് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ അടുത്തും തൊട്ടടുത്തുള്ള പഞ്ചായത്തിലുള്ള BJP നേതാക്കൾ ഇവിടെ വരുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമായിട്ടല്ല, ഈ ജനതയുടെ ന്യായമായ അവകാശത്തിന് വേണ്ടി മനുഷ്യപക്ഷം ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ മുനമ്പം സമരം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറില്ല, ഈ ജനത എപ്പോഴും പറയാറുണ്ട്, ഭൂമിശാസ്ത്രമായി പരമായിട്ട് ഇത് എറണാകുളം ജില്ലയുടെ ഒരറ്റമാണ്. പക്ഷേ ഇതൊരറ്റമല്ല എന്ന് ഉറക്കെ ഞാൻ പറയുകയാണ്. കാരണം ഇത് ഒരു തുടക്കമാണ്. വഖഫ് ആക്ട് എന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്നും മുനമ്പം ജനത ഈ ഇന്ത്യയിലെ ആളുകളുടെ മുമ്പിൽ വഖഫ് ആക്ടിന്റെ നീരാളിപ്പിടുത്തത്തിന്റെ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇതെന്ന് വീണ്ടും പറയുകയാണ്. ഇനി ഇവിടെ പലരും നെറ്റി ചൊളിക്കുന്നുണ്ടാവും, ഞാനൊരു പേര് വിട്ടുപോയെന്ന് അറിയാം. മനഃപൂർവ്വം വിട്ടുപോയതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ വീണ്ടും പറയേണ്ട ഒരു പേരുണ്ട്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ PC ജോർജ് പല പ്രാവശ്യം ഈ സമരപ്പന്തൽ സന്ദർശിച്ചിട്ടുണ്ട്, അതും ഇത്തരണത്തിൽ അനുസ്മരിക്കുന്നു. പക്ഷേ ഷോൺ ജോർജിന്റെ പേര് പറയാതിരുന്നാൽ അത് നന്ദികേടിന്റെ ഏറ്റവും വലിയ ഹിമാലയമാവുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 26-ാം തീയതി, അതായത് റിപ്പബ്ലിക് ദിനത്തിന്റെ അന്നത്തെ ഞങ്ങളുടെ ഈ കേരളത്തിലെ MP-മാർക്കും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികൾക്കും ഭരണഘടനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എഴുതിയ എഴുത്ത് ആ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഷോൺ ജോർജ് ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഈ മുനമ്പം സമരപ്പന്തലിലേക്കുള്ള ദൂരം 107 കിലോമീറ്ററാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇതുവരെ ഇവിടെ രാഷ്ട്രീയം പറയാതെ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞിരുന്നു, അതായത് പ്രത്യേക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മൾക്ക് വേണ്ടി ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ മുനമ്പത്തിന്റെ പ്രശ്നം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും മറ്റു നേതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും മുനമ്പം എന്ന പേര് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP-യുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ഉത്സുകതയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിന് ഈ നിമിഷത്തിലെ ഒത്തിരി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞാനൊരു കാര്യം എന്റെ വ്യക്തിപരമായും ഇവിടെ ഉള്ളത്, ഷോൺ എവിടെയെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് BJP-യുടെ ലെവലിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഷോൺ ജോർജിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, പ്രചരണ പരിപാടികൾക്ക് ഇവിടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഒരു ദിവസമെങ്കിൽ പറ്റുമെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കാരണം അത്രയ്ക്കേറെ ഈ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുകയും ഈ 107 കിലോമീറ്റർ ഇവിടെ വരെ വരാൻ അദ്ദേഹം കാണിച്ച മനുഷ്യ നന്മയ്ക്ക് ഞങ്ങൾ നമസ്കാരം പറയുകയും ചെയ്യുന്നു. ശ്രീ സുരേന്ദ്രൻ സാർ, അദ്ദേഹത്തിനോടാണ് ഇനി എനിക്ക് ഈ മുനമ്പൻ ജനതയുടെ പേരിൽ ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഇതിന്റെ മുനമ്പൻ ജനതയുടെ അവസ്ഥ അറിയാലോ, കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഞങ്ങളുടെ അവസ്ഥ. കാരണം സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അത് ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ആഴ്ച അറിയാം. ഒരു കാര്യമുണ്ടായിരുന്നു, കമ്മീഷൻ നിയോഗിച്ച ദിവസവും അതിനുശേഷവും ഈ സമരം നിർത്താൻ വേണ്ടി ഒത്തിരിയേറെ പ്രയത്നങ്ങൾ നടത്തിയ പല രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ അടിയറവ് പറഞ്ഞിട്ടില്ല, അത് ഇനി പറയുകയില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ വഖഫ് അമെൻമെന്റ് ആക്ടാണ്. പക്ഷെ അവിടെയും ഈ ജനതയ്ക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അത് അങ്ങനെ ഞങ്ങൾക്ക് തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ബില്ല് JPC അംഗീകരിച്ചപ്പോൾ ഇവിടെയുള്ള മനുഷ്യര് ലഡു വിതരണം ചെയ്തിരുന്നു. അതിന്റെ മധുരം ഇനിയും ഇരട്ടിയാക്കി ഞങ്ങൾക്ക് ഈ പ്രശ്നം തീർത്തു തരുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നൂറ്റാണ്ടുകൾ തുടരുന്ന ഒരു സമര പരമ്പരയും കേസിന്റെ നൂലാമാലകളിലും പെട്ടുകഴിയുന്ന ഒരു ജനതയുടെ വിലാപമാണത്. ഞങ്ങളുടെ ചെറുപ്പവും ബാല്യവും യൗവനവും ഇപ്പോൾ ഞങ്ങളുടെ ഈ ജീവിതവുമെല്ലാം അന്ന് ഫാറൂഖ് കോളയാണെങ്കിൽ ഇന്ന് വഖഫ് ബോർഡ് കവർന്നിരിക്കുകയാണ്. അടുത്ത തലമുറയിൽ നിന്നും ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. അങ്ങ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം അങ്ങിൽ നിന്നും ഞങ്ങൾക്ക് മറ്റ് ഒരു ഉറപ്പ്, ഒത്തിരി ദേശീയ നേതാക്കൾ വന്ന് പറഞ്ഞ ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിച്ച് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് നിത്യപരിഹാരം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിലാണ്
ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും താങ്കളെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ക്ഷണിക്കുന്നതോടൊപ്പം താങ്കളോടൊപ്പം വന്നിരിക്കുന്ന മറ്റു നേതാക്കളുടെ പേരുകൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ക്ഷണിക്കാതിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹാദരവോടെ ക്ഷണിക്കുകയും ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് ഇനി വരാൻ പോകുന്ന പരിഹാരം എന്താണെന്ന് സാറ് പറയുമെന്ന വിശ്വാസത്തോടുകൂടി സാദരം ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നന്ദി. അവിടെ തന്നെ നായി അല്ലെങ്കിൽ ഞങ്ങൾക്ക്